2026 മാർച്ച് 6-ാം തീയതിയിലെ പത്രങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ. 2027 സെൻസസിനു വേണ്ടി പുരുഷന്മാരുടെ പ്രതീകമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച ഭാഗ്യചിഹ്നം വികാസ്, സ്ത്രീകളുടെ പ്രതീകമായി അവതരിപ്പിച്ച ഭാഗ്യചിഹ്നം പ്രഗതി. 2027 സെൻസസിനു വേണ്ടി പുരുഷന്മാരുടെ പ്രതീകമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച ഭാഗ്യചിഹ്നമാണ് വികാസ്, സ്ത്രീകളുടെ പ്രതീകമായി അവതരിപ്പിച്ച ഭാഗ്യചിഹ്നം പ്രഗതി. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്നതിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള തുല്യ പങ്കാളിത്തമാണ് ഈ ഭാഗ്യചിഹ്നങ്ങൾ പ്രതീകവൽക്കരിക്കുന്നത്. അടുത്ത ചോദ്യം. മന്നത്ത് പത്മനാഭൻ സ്മാരകം നിലവിൽ വരുന്നത് ഡൽഹി. ഡൽഹിയിലാണ് മന്നത്ത് പത്മനാഭൻ സ്മാരകം നിലവിൽ വരുന്നത്. 2026 അന്താരാഷ്ട്ര കടൽപ്പായൽ ഉച്ചകോടിയുടെ വേദി കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല അഥവാ കുഫോസ്, കൊച്ചി. 2026 അന്താരാഷ്ട്ര കടൽപ്പായൽ ഉച്ചകോടിയുടെ വേദി കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല, കൊച്ചി. കേരളത്തിലെ ആദ്യ ഫിഷറീസ് ഓഷ്യൻ നോളജ് സെന്റർ നിലവിൽ വന്നത് ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂൾ ക്യാമ്പസ് ചാവക്കാട്, തൃശൂർ. തൃശൂരിലെ ചാവക്കാടിലാണ് കേരളത്തിലെ ആദ്യ ഫിഷറീസ് ഓഷ്യൻ നോളജ് സെന്റർ നിലവിൽ വന്നത്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനും തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്താനും ലക്ഷ്യമിട്ട് സംസ്ഥാന വ്യാപകമായി കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ സൈഹണ്ട്. ഓപ്പറേഷൻ സൈഹണ്ട് എന്നത് സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനും തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്താനും ലക്ഷ്യമിട്ട് സംസ്ഥാന വ്യാപകമായി കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷനാണ്. കേരളത്തിലെ ആദ്യ എൻവിഡിയ AI ഫാക്ടറി സ്ഥാപിതമായത് കാക്കനാട് സ്മാർട്ട് സിറ്റി, കൊച്ചി. കാക്കനാട് സ്മാർട്ട് സിറ്റി, കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യ എൻവിഡിയ AI ഫാക്ടറി സ്ഥാപിതമായത്. 11ാമത്, അതായത് 2026 റെയ്സീന ഡയലോഗ് സമ്മേളനത്തിന്റെ വേദി ഡൽഹി. ഡൽഹിയാണ് 11ാമത് റെയ്സീന ഡയലോഗ് സമ്മേളനത്തിന്റെ വേദി. ഇതിന്റെ മുഖ്യാതിഥി എന്ന് പറയുന്നത് ഫിൻലാൻഡ് പ്രസിഡന്റായ അലക്സാണ്ടർ സ്റ്റബ്ബാണ്. അപ്പോൾ 11ാമത് റെയ്സീന ഡയലോഗ് സമ്മേളനത്തിന്റെ വേദി എന്ന് പറയുന്നത് ഡൽഹിയാണ്. മുഖ്യാതിഥി എന്ന് പറയുന്നത് ഫിൻലാൻഡ് പ്രസിഡന്റായ അലക്സാണ്ടർ സ്റ്റബ്ബാണ്. 11ാമത് റെയ്സീന ഡയലോഗ് സമ്മേളനത്തിന്റെ തീം സംസ്കാരം, ഉറപ്പ്, താമസം, പുരോഗതി. സംസ്കാരം, ഉറപ്പ്, താമസം, പുരോഗതി എന്നതാണ് 11ാമത് റെയ്സീന ഡയലോഗ് സമ്മേളനത്തിന്റെ തീം. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് മേതിൽ രാധാകൃഷ്ണൻ. മേതിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത ബന്ധിപ്പിക്കുന്നത് കോഴിക്കോട്, വയനാട്. കോഴിക്കോട്, വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത ബന്ധിപ്പിക്കുന്നത്. മഹാത്മാ എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ എന്ന ബുക്ക് എഴുതിയത് ധീരജ് കാക്കഡിയ. ധീരജ് കാക്കഡിയാണ് മഹാത്മാ എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ എന്ന ബുക്ക് എഴുതിയത്. കേരള ജീനോം ഡാറ്റാ സെന്റർ നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. അപ്പോൾ അടുത്തിടെ കേരള ജീനോം ഡാറ്റാ സെന്റർ നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്തിടെ ഏത് രാജ്യമാണ് യുറേനിയം വിതരണ കരാറിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ചത്? കാനഡ. കാനഡയാണ് യുറേനിയം വിതരണ കരാറിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ചത്. 1 മണിക്കൂറിനുള്ളിൽ 2.51 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ നഗരം വാരണാസി. വാരണാസിയാണ് 1 മണിക്കൂറിനുള്ളിൽ 2.51 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയത്.